മയക്കുമരുന്നുമായി അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങിയ ബോട്ട് തകർത്ത് അമേരിക്കൻ സൈന്യം 11 പേർ കൊല്ലപ്പെട്ടതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തീരുവ ചുമത്തുന്നത് റദ്ദാക്കിക്കൊണ്ടുള്ള അപ്പീൽ കോടതി വിധിക്കെതിരെ ഇന്ന് സുപ്രീം കോടതി സമീപിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. Over the last few minutes, literally shot out a boat, a drug-carrying boat, a lot of drugs in that boat. We have a lot of drugs pouring into our country, coming in for a long time, and these came out of Venezuela and coming out very heavily from Venezuela. A lot of things. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര വീണ്ടും ചേരുകയാണ്. മധു, ശരിക്കും ഈ മയക്കുമരുന്നുമായി വന്ന കപ്പൽ ബോംബിട്ട് തകർത്തു എന്നാണോ കൃത്യമായി പറഞ്ഞാൽ നടന്നത്? വെനിസ്വേലയിൽ നിന്ന് അമേരിക്ക ലക്ഷ്യമാക്കി നീങ്ങിയ മയക്കുമരുന്ന് സംഘത്തിന്റെ ബോട്ടാണ് US സൈന്യം തകർത്തിരിക്കുന്നത്. ഈ സ്പീഡ് ബോട്ടിലുണ്ടായിരുന്ന 11 പേരും കൊല്ലപ്പെട്ടതായിട്ട് പിന്നീട് വൈറ്റ് ഹൗസിൽ ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ച് പറയുകയും ചെയ്തു. വെനിസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ നിയന്ത്രിക്കുന്ന ട്രെൻഡ് അഴാഗ്വ എന്ന മയക്കുമരുന്ന് സംഘമാണിതെന്നാണ് പറയുന്നത്. ട്രംപ് ഇവർക്കെതിരെ തുടർച്ചയായിട്ട് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇവര് അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ ഈ ഒരു ആവശ്യത്തിനായി ഉപയോഗിക്കുന്നുണ്ടെന്നും ട്രംപ് നേരത്തെ തെരഞ്ഞെടുപ്പ് വേളയിലും ആരോപിച്ചിട്ടുണ്ടായിരുന്നു. തെക്കൻ കരീബിയൻ മേഖലയിൽ അമേരിക്ക യുദ്ധക്കപ്പലുകൾ ഇതിനായിട്ട് വിന്യസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 7 US യുദ്ധക്കപ്പലുകളും ഒരു ആണവ അന്തർവാഹിനിയും ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. ഇത് കൂടാതെ 4500-ലധികം നാവികരെയും വഹിച്ചുകൊണ്ടുള്ള കൂടുതൽ യുദ്ധക്കപ്പലുകൾ ഈ ഭാഗത്ത് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ ണ്ട്. ഇവരുടെ ആദ്യ ഓപ്പറേഷൻ ആയിരുന്നു എസ്കെനെ. ഇത്തരം സന്ദർഭങ്ങളിൽ സാധാരണ ബോട്ട് പിടിച്ചെടുക്കുകയും ഇതിലുള്ളവരെ ജയിലിൽ അടയ്ക്കുകയൊക്കെ ആയിരുന്നു പതിവ്. പക്ഷേ ഇതാദ്യമായിട്ടാണ് ഈ ബോട്ട് തകർക്കുന്ന ഇത്തരം ഒരു അപൂർവ സംഭവം നടക്കുന്നത്. ഈ മയക്കുമരുന്ന് ബോട്ട് തകർത്തുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ എസ്കെനെ ഈ മയക്കുമരുന്ന് കടത്ത്, അതുപോലെ ക്രിമിനൽ ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം എന്നീ കുറ്റങ്ങളൊക്കെ ചുമത്തി വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള വിവരങ്ങൾ നൽകുന്നതിന് അമേരിക്ക ഈ അടുത്ത കാലത്തായിട്ട് $50 മില്യൺ പ്രതിഫലം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എസ്കേൻ അവിടെ കേരളത്തിൽ മയക്കുമരുന്ന് സംഘത്തിനെതിരെ ഈ ബോധവൽക്കരണം നടത്തുമ്പോൾ ഇവിടെ ബോംബിട്ട് തകർക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. എസ്കേൻ, മധു, എന്നെ വേണ്ടാത്തതിന് പ്രേരിപ്പിക്കരുത്. ഇതൊക്കെ ഒരു പ്രകോപനമായിട്ടാണ് ഞാൻ കാണുന്നത്. മാത്രമല്ല, നമ്മൾ മകനെ, കുട്ടാ, നീ ഇതൊന്നും ഉപയോഗിക്കരുത്, എൻ്റെ ജീവിതം തകർന്നു എന്ന് പറയുമ്പോഴേ ഇതൊന്നും പറയാനുള്ള ഒരു ആവേശമൊന്നും ട്രംപ് കാണിക്കുന്നില്ല. എടുത്ത് താനിട്ടേരെ, കഥ കഴിച്ചേരെ എന്നുള്ളതാണ്. 11 പേരാണ് ആ ബോട്ടിലുണ്ടായിരുന്നത്. മയക്കുമരുന്നുമായിട്ട് ഇറങ്ങി എന്നേക്കുമായിട്ട് മയങ്ങിപ്പോയി. എന്താ ചെയ്യുക? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.